ഇന്ന് പി ജിയുടെ ഫുഡ് കണ്ടാലോ. രാവിലെ തന്നെ പൂരിയും കടലക്കറിയായിരുന്നു കേട്ടോ. പൂരി ചൂടോടെ അവർ ഉണ്ടാക്കി തന്നാണെങ്കിൽ കടലക്കറി എനിക്ക് തീരെ ഇഷ്ടമായിട്ടാണ്. പിന്നെ ഈ കുപ്പി എനിക്ക് അമ്മ കൊടുത്തു വിട്ടതാണ്. കാരണം ഞാൻ വെള്ളം കൂടി കുറവായതുകൊണ്ട് വെള്ളം നല്ലോണം കുടിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു കുപ്പി കൊടുത്തു വിട്ടത്. പിന്നെ റൂം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പപ്പായിട്ട് ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ വരും. തുടക്കും ചെയ്യും, അടിച്ചുവാരും ചെയ്യും, ഒക്കെ ചെയ്യും. ഇതായിരുന്നു കേട്ടോ നമ്മളെ റൂം. പിന്നെ ക്ലോത്ത് വാഷ് ആക്കാനിട്ടുണ്ടായിരുന്നു. ഇവിടെ വാഷിംഗ് മെഷീൻ, ഹീറ്റർ, ഫ്രിഡ്ജ്, വൈഫൈ ഒക്കെ അവൈലബിളാണ്. അങ്ങനെ ക്ലോത്ത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ മീത്ത പോയിട്ട് അതൊക്കെ ഇട്ടിട്ട് ആറിട്ടിട്ട് നേരെ ഇവിടുന്ന് മേലോട്ടുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഇവിടെ നല്ല കോൾഡാണ് ഇപ്പം ആയിട്ട്. ഡിസംബർ ജാനുവരി കോൾഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് നേരെ ഉച്ചക്കത്തെ ഫുഡ് എടുക്കാൻ പോയി. ഉച്ചക്ക് ദാള് കറിയും പിന്നെന്തോ പപ്പടം പിന്നെ ക്യാരറ്റ് വറവായിരുന്നു. പക്ഷേ എനിക്ക് ക്യാരറ്റ് വറവ് ഇഷ്ടമായിട്ടില്ല. ദാള് കറി കുഴപ്പമില്ല, കഴിക്കാം. പിന്നെ അമ്മമ്മ കൊടുത്തിട്ട് അച്ചാറും കൂട്ടി തിന്നും. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ എൻ്റെ പേരിലാക്കിയിട്ട് ഞാൻ തിന്നും. പിന്നെ ഞാൻ പുറത്തു പോകാമെന്ന് വിചാരിച്ചു മടിയായിട്ട്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഡിയൊക്കെ ആയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വന്നു. കുറേ സമയമായിട്ട് കാത്തുന്നു. എന്നിട്ട് അവസാനം ബസ് കയറിയിട്ട് അവിടുന്ന് ഞാൻ ഓട്ടോ പിടിച്ചിട്ട് നേരെ പോയി. ഫ്രണ്ട്സ് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോയത് കബൻ പാർക്കിലേക്കായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആണ്, അതുമല്ല റിപ്പബ്ലിക് ഡേയും കൂടി ആയിരുന്നു. സാധാരണ ഇങ്ങനെ തിരക്കുണ്ടാവില്ല എന്നാണ് ചങ്ങായിമാർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ആടുന്ന് നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോയി. ഇവിടെ എല്ലാം ചീപ്പായിട്ട് കിട്ടുന്ന പറഞ്ഞത്. പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ് തന്നെ കയറിയ സമയത്ത് ഒരു ജിംക്കി കണ്ടിട്ടുണ്ടായിരുന്നു. ആ ജിംക്കൊക്കെ ചോദിച്ചപ്പോൾ, കുഞ്ഞു ജിംക്കൊക്കെ ചോദിച്ചപ്പോൾ അവർ 250 രൂപയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഞാൻ ബാർഗിൻ ചെയ്തപ്പോൾ അവർ 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നമ്മളെ ഉത്സവപ്പറമ്പിൽ 50 രൂപ കണ്ടോണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമ്മൾ മടിവാളത്ത് ഒരു സ്പോട്ടിലേക്ക് പോയി. ഇവിടെ മലയാളി ഫുഡാണ് മെയിൻ. അവിടുന്ന് പഴംപൊരിയും കോഫിയും കുടിച്ചിട്ട് നേരെ ഹോസ്റ്റലിലോട്ട് പോയി. ഹോസ്റ്റലിൽ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായില്ല, കാരണം ഞാൻ നേരത്തെ എത്തി. അതുകൊണ്ട് ഞാൻ ഫുഡ് വാങ്ങിക്കാൻ പോയി. ഫുഡിന് എന്താ വെച്ചാൽ പനീർ കറിയാന്ന് തോന്നുന്നു. പനീർ കറിയും പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട്, പിന്നെ അച്ചാറും. പക്ഷേ എനിക്ക് കറി അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ശരി അപ്പോൾ.